വി ഡി സതീശൻ ഇതുപോലൊരു ഗതികെട്ട പ്രതിപക്ഷ നേതാവ് വേറെ ഉണ്ടാകുമോ? ഇതിപ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു ഈസി വോക്ക് ഓവർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDFന്റെ കൂടി പങ്ക് പുറത്തു വരുന്നത്. ഇപ്പോൾ സതീശനിരുന്ന് നായ മോങ്ങുന്നത് പോലെ, നമ്മൾ പറയല്ലേ പട്ടി മോങ്ങുന്നത് പോലെ കരയുകയാണ് എന്ന്, അത്തരത്തിൽ കരയുകയാണ്. കാരണം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചോദ്യം ചെയ്യണം. ശരി ഹേ, മുഖ്യനെയും ചോദ്യം ചെയ്യാം. പക്ഷേ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളല്ലേ സംഭവിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ സാധിക്കുന്നത്? അത് മനസ്സിലാകുന്നില്ല. അതിനുള്ള ഉത്തരം പ്രതിപക്ഷ നേതാവ് വരണ്ടേ? ഒരു സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഇതുപോലെ ഒരു തിരുട്ട് സംഘത്തിന്റെ കാവലാള് പോലെ അവരെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സോണിയാഗാന്ധിയുടെ അടുക്കൽ അവിടെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കാണുകയാണ് അടൂർ പ്രകാശും ആന്റോ ആന്റണി MP-യും ഉൾപ്പെടെ. അപ്പോൾ ഇയാളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ ചെന്ന് കാണുന്നു. അവിടെ കയ്യിൽ ചരടോ മറ്റോ കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ അത്രയും സ്വാധീനമൊക്കെ ഉണ്ടാകേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനോട് കുറച്ച് വിയോജിപ്പൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് പറയാറുമുണ്ട്. പറയാതിരിക്കാൻ തരമില്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തി അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം ശരിയല്ലേ? അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സോണിയയെ കാണാനായിട്ട് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്താൻ കഴിയും എന്നുള്ളത് അന്വേഷണ വിധേയമാക്കണം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ സ്വർണ്ണക്കൊള്ള കേസിൽ ഞങ്ങൾ മാത്രമല്ലേ UDFും കൂടി ഉണ്ട് എന്ന് പരോക്ഷമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പരസ്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിൽ തെറ്റെന്താണ്? സംഭവിച്ച കാര്യമല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ ഭയക്കുന്നത്? ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ട മര്യാദ എന്താണ്? ശരി, അങ്ങനെയുണ്ടെങ്കിൽ അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ എന്നല്ലേ പറയേണ്ടത്. അത് പറയാൻ സതീശന് കഴിയുന്നില്ല. സതീശന്റെ മുട്ടുകാല് കിടന്ന് കിടുകിടാ വിറക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഈ തദ്ദേശം കഴിഞ്ഞെടുത്തു. തദ്ദേശത്തിൽ മികച്ച രീതിയിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു കൊയ്ത്ത് തന്നെ, വലിയ രീതിയിലുള്ളൊരു വോട്ട് കൊയ്ത്ത് തന്നെ UDF നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നാലെ വരുന്ന നിയമസഭയിൽ ഞങ്ങൾക്ക് കിട്ടണ്ടേ? ശബരിമലയിലെ ആ പാട്ടുണ്ടല്ലോ, സ്വർണം കട്ടവൻ ആരപ്പ എന്നുള്ളത്, അത് പാടി നടക്കുകയാണ് MLA-മാരും MP-മാരും ഉൾപ്പെടെയുള്ളവർ. അത് പാടിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ശബരിമല സ്വർണ്ണക്കള്ള കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഫോട്ടോ എടുത്തതിന്റെ പേരിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. ഇതാണ് പറയുന്നത്. നോക്കൂ, മുഖ്യമന്ത്രി ഒരു പരിപാടിയുടെ ഒരു ഇനോഗ്രേഷന് വേണ്ടി വന്നപ്പോൾ അവിടെ വന്നു, കൂടെ ഉണ്ടായിരുന്ന പോറ്റിയുമായിട്ടൊക്കെ പടം എടുത്തു. സ്വാഭാവികമല്ലേ, ഒരു പൊതുചടങ്ങിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള പല ആളുകൾ വന്ന് നിൽക്കാം. പക്ഷെ അതുപോലെയാണോ ആന്റോ ആന്റണി MP-യും അടൂർ പ്രകാശും ചെയ്തത്? അതിന്റെ ന്യായം പറയണ്ടേ സതീശ? ഇങ്ങനെ മോങ്ങാമോ? ഇങ്ങനെ മോങ്ങുന്നത് എന്താ? കസേരയ്ക്ക് എത്ര അപമാനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറയണം, കൃത്യമായിട്ടുള്ള മറുപടി വരണം. തിരഞ്ഞെടുപ്പ് എടുക്കാൻ പോവുകയാണ്. സതീശൻ സത്യത്തിൽ ഭയക്കുന്നുണ്ട്. CPM-ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം സതീശൻ്റെ ഉള്ളിൽ കിടന്ന് വളരെ ഭയങ്കര വലിയ രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. കാരണം അവിടെ കാണാതെ പോയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പരിധി എന്ന് പറയുന്നത് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനേക്കാളും ഒക്കെ ഒപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ പെട്ടിട്ടുള്ളവരെയൊക്കെ പ്രതികളാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും കഴിഞ്ഞ് ഒരു പക്ഷേ അതിനും മേലെ, അതായത് 90കളിൽ മല്യ കൊടുത്തിട്ടുള്ള സ്വർണം, ഈ താഴികക്കുടം, പ്രഭാവലയം, ദശാവതാരം, ഇതെല്ലാം കൊത്തിവെച്ചിട്ടുള്ള എല്ലാ സ്വർണ്ണപ്പാളികളും തന്നെ അവിടെ നിന്ന് കാണാതെ പോയിട്ടുണ്ട്. അത് അതിനു മുമ്പുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് അതിനു മുൻപിരുന്ന ഭരണസമിതിയും അതിനു മുമ്പിരുന്ന ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള ദേവസ്വം ബോർഡുമാണ്. അപ്പോൾ ആ ദേവസ്വം ബോർഡിൽ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ഒറ്റ കാര്യമേ സംഭവിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ കമ്മീഷൻ വാങ്ങി വേണ്ട ഒത്താശയൊക്കെ ചെയ്തു. കോൺഗ്രസ്സുകാർ അത് ഇറ്റലിക്ക് കടത്താൻ വേണ്ടിയുള്ള വിഗ്രഹ കള്ളന്മാരെ കൊണ്ടുവന്ന് അതിൻ്റെ കോൺഗ്രസ് സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ
ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. അവിടെ വർഷങ്ങളായിട്ട് പൂജ ചെയ്യുന്ന തന്ത്രിമാരും മേൽശാന്തിമാരും, പോട്ടെ മേൽശാന്തി മാറി മാറി വരുന്നു, തന്ത്രി കുടുംബം അവിടെ കുത്തകയാണല്ലോ. അപ്പൊ ഈ തന്ത്രി കുടുംബം ഇതൊന്നും അറിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തെങ്കിൽ ഇവരെ കൂടി ചോദ്യം ചെയ്യണം, മുഖ്യമന്ത്രിയെ കൂടി ചോദ്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മോഷണം പോയിട്ടുള്ള മുതൽ എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ശ്രീകോവിലെ ശൈവ വൈഷ്ണവ രൂപങ്ങളടക്കം അമൂല്യമായിട്ടുള്ള ചെറു വിഗ്രഹങ്ങൾ, ഉപദേവതാലയങ്ങളിലെ സ്വർണം, അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ താഴികക്കുടം വരെ ഇളക്കി, ഇതൊക്കെ ചെയ്തു. തിരുവാഭരണം രജിസ്റ്റർ നശിപ്പിച്ചത് തെളിവ് നശിപ്പിക്കാനോ വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയമൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. കൂടാതെ ഇപ്പം മറ്റൊരു പുകിൽ കൂടി വരുന്നുണ്ടല്ലോ. SITയെ വിശ്വസിക്കുന്നില്ല IB, കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഇതിനെ വിശ്വസിക്കുന്നില്ല, CBI അന്വേഷിക്കണമെന്ന് IB തന്നെ ശുപാർശ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ 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 വലുതാണ്. ആ വളരെ വലുതാണ് എന്നുള്ള ബോധ്യം പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പക്ഷേ നമ്മൾ പറയില്ലേ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് പോലെ CPMനെതിരെ അല്ലെങ്കിൽ LDF ഭരണകൂടത്തിനെതിരെ ഇത്തരത്തിലുള്ളൊരു ആരോപണം വന്നപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കേസ് വരുമ്പോൾ, ഈ കൊള്ളയിൽ LDF ചെന്ന് പെട്ടു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ സത്യത്തിൽ അവിടെ ഒരു തുള്ളിച്ചാടി. ആ തുള്ളിച്ചാടിയതിന് ഫലമുണ്ടായില്ല. കാരണം അപ്പോൾ തന്നെ പുറത്തു വന്നു സോണിയയുമായിട്ടുള്ള ബന്ധം പോറ്റിക്കുള്ളത് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കൂടിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഈ ഒരു ചിത്രങ്ങൾ സഹിതം വാർത്തകളെല്ലാം വന്നു. അപ്പോൾ നോക്കുമ്പോഴുണ്ട് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഈ വിഗ്രഹ വിൽപ്പന ശാലകളുണ്ട്. ഈ വിഗ്രഹ വിൽപ്പന എന്ന് പറയുമ്പോൾ അത് പഞ്ചലോഹത്തിലുള്ള നിർമ്മിതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയെ അങ്ങനെ അങ്ങ് സതീശൻ പറയുന്നത് പോലെ അങ്ങ് മുഴുവനായിട്ടും ഏത് വഴി പോയാലും മുഖ്യനെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. മുഖ്യൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് പോറ്റിയെ കണ്ടത്, എന്തിനാണ് പോറ്റിയെ കണ്ടത്, പോറ്റിയോട് താൻ എന്ത് സംസാരിച്ചു, അതൊക്കെ CPM നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉത്തരം വരാത്തത് അത് UDFന്റെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നാണ്. അപ്പം മര്യാദ എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയുണ്ട്. നമ്മൾ എന്തൊക്കെ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായാലും പൂർണ്ണമായിട്ടും ഇതിനെതിരെ ഒരു നടപടി എടുക്കുക, അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി നൽകുക, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു മറുപടി ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് സതീശൻ അയ്യോ മുഖ്യനെ ചോദ്യം ചെയ്യണം, ഞങ്ങളുടെ ആളുകളെ ചോദ്യം ചെയ്യണമെങ്കിൽ ആദ്യം മുഖ്യനെ ചോദ്യം ചെയ്യണം, ഇല്ലെങ്കിൽ ഇതൊന്നും ശരിയായ നടപടിയല്ല, അത് അങ്ങനെ വരുന്നത് തന്നെ അടൂർ പ്രകാശിനെയൊക്കെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് കോൺഗ്രസിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടാണ്, അത് CPMന്റെ കൊള്ളയെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ്. അങ്ങനെയല്ല. കൃത്യമായും കേരള ജനതയെ ഞെട്ടിക്കുന്ന, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ ആകമാനമുള്ള, ഒരുപക്ഷെ ലോകത്താകമാനമുള്ള അയ്യപ്പ വിശ്വാസികളെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന തരത്തിലുള്ള വലിയ കൊള്ള, അതിൽ ഇടത് വലത് പാർട്ടികൾ പെട്ടുപോയിരിക്കുന്നു. ഇവരുടെ ഇന്ത്യ സഖ്യം തന്നെ, ഇന്ത്യ സഖ്യമല്ലേ, ഇവിടം വിട്ടു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ബായ് അല്ലേ, പരസ്പരം ഉമ്മ വെച്ച് കിടക്കുകയല്ലേ. അപ്പോൾ ഈ ഭായിമാർ തന്നെ ഈ ഒരു കൊള്ളയ്ക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് ആസൂത്രണം നടത്തി എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സതീശൻ ഇങ്ങനെ മോങ്ങരുത്, ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിലിരുന്ന് മോങ്ങരുത്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മോങ്ങുക എന്ന് പറയുന്നത് നിർത്തിയിട്ട് രാഷ്ട്രീയ മര്യാദയുണ്ട് എന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യട്ടെ, ആന്റണി MP ചോദ്യം ചെയ്യട്ടെ. എന്തിന് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യട്ടെ, അതിന് വേണ്ടുന്ന ഏജൻസികൾ വരട്ടെ, അന്വേഷണം നടത്തട്ടെ. അത് പറയാൻ ആ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരുന്നു കൊണ്ട് അത് പറയാനുള്ള ആർജവമാണ് സതീശൻ ഉണ്ടാകേണ്ടത്, അല്ലാതെ ഇമാതിരി മോങ്ങുകയല്ല. അപ്പോൾ അത് കാണുമ്പോൾ സത്യത്തിൽ കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. കാരണം ഇത്രയേറെ രാഷ്ട്രീയ ആരോപണങ്ങൾ വന്ന് നിൽക്കുമ്പോഴും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന എന്തെങ്കിലും ഒരു തുറുപ്പ് ചീട്ടുണ്ടാവും. ശരിയാണ്,
ഒരു തുറുപ്പ് ചീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാത്തിനും ഒടുവിൽ വന്ന് പറയാറുണ്ട്. പക്ഷേ അതിനെ കവച്ചു വെക്കാനായിട്ട്, അത് ആർക്ക് നേരെയാണോ ഉന്നയിക്കുന്നത് അതിനെ കവച്ചു വെക്കാനായിട്ട് പലപ്പോഴും ഈ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് കഴിയുന്നില്ല. അത്തരത്തിലായിരിക്കണം തിരിച്ചൊരു പ്രത്യാരോപണം ഉന്നയിക്കേണ്ടത്. അങ്ങനെ അതെങ്കിലും കണ്ടുപഠിക്കുക, അങ്ങനെയെങ്കിലും പ്രതിരോധിക്കാനുള്ള ഒരു രീതിയൊക്കെ കണ്ടുപഠിക്കുക. നമുക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിൽ പോലും, അല്ലാതെ ഇങ്ങനെ ദൈവത്തെ ഓർത്തിട്ട് ഇലക്ഷൻ അടുത്ത് ഇരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മോങ്ങരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.